ഡിയർ സ്റ്റുഡൻസ്, 10ാം ക്ലാസ്സിൽ നിന്നും +1 ചേക്കേറുന്ന വിദ്യാർത്ഥികളായ നാം +1 സ്റ്റാൻഡേർഡിൽ ഏത് സ്ട്രീം സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് മിക്കവാറും കുട്ടികളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ കടമ്പ. അതിനു വേണ്ടിയിട്ട് സയൻസ് സ്ട്രീമിനെ കുറിച്ച് നന്നായിട്ട് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബ്രിഡ്ജ് കോഴ്സ് നാം സംഘടിപ്പിക്കുന്നത്. അതിൽ +1 മാത്തമാറ്റിക്സിൽ നിങ്ങൾ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചതും ഇനി +1 പഠിക്കാനുള്ളതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തമായ ഒരു ധാരണ കിട്ടുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ബ്രിഡ്ജ് കോഴ്സിൽ മാത്തമാറ്റിക്സ് നാം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. +1 സയൻസിൽ മാത്തമാറ്റിക്സ് സബ്ജക്റ്റിൽ ഓൺലി 16 ചാപ്റ്റേഴ്സ്. നിങ്ങൾ 10ാം ക്ലാസ്സിൽ CBSE സിലബസാണ് എന്നുണ്ടെങ്കിൽ ഒരു 15 ചാപ്റ്റേഴ്സും, ഇനി അഥവാ ഒരു സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 10 ചാപ്റ്റേഴ്സുമാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. നേരെ മറിച്ച് +1 സ്റ്റാൻഡേർഡിലേക്ക് വരുന്ന സമയത്ത് മാത്തമാറ്റിക്സിൽ ഒരു 16 ചാപ്റ്റേഴ്സ് മാത്രമേ പഠിക്കാനുള്ളൂ. പക്ഷേ ആ 16 ചാപ്റ്റേഴ്സിൽ പകുതിയോളം ചാപ്റ്റേഴ്സ് നിങ്ങൾ ഓൾറെഡി 10ാം ക്ലാസ്സിൽ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും ഒന്നുകൂടി പഠിക്കുകയും അതിലുള്ള കുറച്ച് എക്സ്ട്രാ ടോപ്പിക്കുകൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുകയും മാത്രമാണ് +1 ചെയ്യുന്നത്. ഇതിൽ 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച ടോപ്പിക്സിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ +1 പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് ആകെ 16 ചാപ്റ്റേഴ്സാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ്സ്, റിലേഷൻസ്, സെക്കൻഡ് തേർഡ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്, ഫോർത്ത് വൺ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, ഫിഫ്ത്ത് ചാപ്റ്റർ കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, ലീനിയർ ഇനീക്വാളിറ്റീസ്, പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ, ബൈനോമിയൽ തിയറം, സീക്വൻസ് ആൻഡ് സീരീസ്, സ്ട്രെയിറ്റ് ലൈൻസ്, conic sections, introduction to three-dimensional geometry, limits and derivatives, mathematical reasoning, statistics and probability. ഈ 16 ചാപ്റ്റേഴ്സിൽ ഇതിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ച ചാപ്റ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളാണ്. അതിൽ ഫസ്റ്റ് ടോപ്പിക് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്. അത് നിങ്ങൾ 10th സ്റ്റാൻഡേർഡിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചൊരു ടോപ്പിക്കാണ്. അതിൻ്റെ നേരെ കണ്ടിന്യൂവേഷൻ, അതായത് നിങ്ങൾ പഠിച്ചതും ഇനി അതിൻ്റെ കൂടെ കുറച്ച് എക്സ്ട്രാ ടോപ്പിക്കുകളും മാത്രമാണ് ഈ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതുപോലെ നെക്സ്റ്റ് നിങ്ങൾ ഓൾറെഡി പഠിച്ച വേറെ ടോപ്പിക്കാണ് കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. ഈ കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി പഠിച്ച ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഓൾറെഡി ഇത് പരിചയപ്പെട്ടിട്ടുണ്ടാവും. ഇതുപോലെ നിങ്ങൾ പിന്നീട് മുന്നേ പഠിച്ച വേറെ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് സീക്വൻസ് ആൻഡ് സീരീസ്. ഈ സീക്വൻസ് ആൻഡ് സീരീസ് എന്നുള്ള ചാപ്റ്റർ നിങ്ങൾ 10th സ്റ്റാൻഡേർഡിൽ മനസ്സിലാക്കിയ അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്നുള്ള ചാപ്റ്ററിൻ്റെ നേരെ കണ്ടിന്യൂവേഷനാണ്. ഈ അരിത്മെറ്റിക് പ്രോഗ്രഷൻ സീക്വൻസ് ആൻഡ് സീരീസിൽ ഒരു 60% നിങ്ങൾ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ച അരിത്മെറ്റിക് പ്രോഗ്രഷൻസ് മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് 60% നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. ബാക്കി 40% മാത്രമാണ് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാകുക. ഇതുപോലെ നിങ്ങൾ 10th സ്റ്റാൻഡേർഡ് വരെയുള്ള ക്ലാസ്സുകളിൽ പരിചയപ്പെട്ട കോർഡിനേറ്റ് ജോമെട്രി ആൻഡ് ആൾജിബ്ര എന്നുള്ള 2 ചാപ്റ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഈ 3 ചാപ്റ്റേഴ്സും +1 നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഈ ചാപ്റ്റേഴ്സ് ബേസ് ചെയ്യുന്നത് കോർഡിനേറ്റ് ജോമെട്രി, കോർഡിനേറ്റ് ജോമെട്രിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് കാർട്ടീഷ്യൻ പ്ലെയിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, XY കോർഡിനേറ്റ് സിസ്റ്റത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, സ്ട്രെയിറ്റ് ലൈൻസിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, ഒരുവിധം സർക്കിൾസിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ച കോർഡിനേറ്റ് ജോമെട്രിൻ്റെ ബേസിക് ഐഡിയാസ് ആണ് സ്ട്രെയിറ്റ് ലൈൻസിൽ മനസ്സിലാക്കാനുള്ളത്. അതുപോലെ തന്നെ കോണിക് സെക്ഷൻസിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതിലാകെ മനസ്സിലാക്കാനുള്ളത് നിങ്ങൾ പഠിച്ച സർക്കിൾസ് എന്നുള്ള ഒരു ടോപ്പിക്ക് നിങ്ങൾ 10th സ്റ്റാൻഡേർഡിൽ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പുറമെ ഒരു 3 ടോപ്പിക്കുകളും കൂടി എക്സ്ട്രാ വരും. ദാറ്റ് ഈസ് പാരാബോള, എലിപ്സ് ആൻഡ് ഹൈപ്പർബോള. ഇതോടുകൂടി കോണിക് സെക്ഷൻസ് എന്നുള്ള ചാപ്റ്റർ നാം കംപ്ലീറ്റ് ചെയ്യും.
ഇനി അടുത്തതായിട്ടുള്ളത് ഇൻട്രൊഡക്ഷൻ ടു 3-dimensional ജോമെട്രി. 3-dimensional ജോമെട്രി നിങ്ങൾക്കറിയാം, എക്സ് കോർഡിനേറ്റ്സിനും വൈ കോർഡിനേറ്റ്സിനും പുറമെ സെഡ് കോർഡിനേറ്റും കൂടി വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് 3-dimensional ജോമെട്രി എന്ന് പറയും. ഈ 3Dയിലാകെ മനസ്സിലാക്കാനുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റുകളാണ്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് x1 y1 ആൻഡ് x2 y2. നിങ്ങൾ പഠിച്ച ഫോർമുല √(x2 - x1) ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ എന്നുള്ളൊരു ഫോർമുലയാണ്. അതേ ഇക്വേഷൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഇൻ 3-dimensional ജോമെട്രി പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് x1 y1 z1 ആൻഡ് x2 y2 z2. The formula become √(x2 - x1) whole square plus y2 - y1 whole square plus z2 - z1 whole square. അതെല്ലാം ഈ ചാപ്റ്റേഴ്സൊക്കെ ഓരോന്നായിട്ട് നമ്മുടെ ഈ ബ്രിഡ്ജ് കോഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ആ സമയത്ത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ നിങ്ങൾ പഠിച്ച ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. മീന്, മീഡിയന്, മോഡ് തുടങ്ങിയിട്ടുള്ള ടോപ്പിക്സും കാര്യങ്ങളൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സിൽ വരും. അതുപോലെ തന്നെ 10th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ മനസ്സിലാക്കിയ വേറെ ടോപ്പിക്കാണ് പ്രോബബിലിറ്റി. ഈ പ്രോബബിലിറ്റിയിലും നിങ്ങൾ 10th സ്റ്റാൻഡേർഡ് വരെ മനസ്സിലാക്കിയ കാര്യങ്ങൾ മാത്രമേ ഈ +1 പ്രോബബിലിറ്റിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളൂ. പ്രോബബിലിറ്റിയിലുള്ള എക്സ്ട്രാ ടോപ്പിക്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ +2 സ്റ്റാൻഡേർഡിലാണ് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ തുടർച്ചയായിട്ട് ഈ 16 ചാപ്റ്റേഴ്സ് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിലുള്ള നിങ്ങൾ നോക്കിയാൽ മതി, ഇതിലുള്ള 8 ചാപ്റ്റേഴ്സും നിങ്ങൾ ഓൾറെഡി പഠിച്ചതിന് ബേസ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സ് മാത്രമാണ് ഈ +1 മാത്തമാറ്റിക്സിലാകെ വരുന്നത്. അതുകൊണ്ട് തന്നെ പഠിച്ച ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ടോപ്പിക്കും ഒരുവിധം സിമ്പിളാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്, അതിൽ ഭൂരിഭാഗവും നിങ്ങൾ മനസ്സിലാക്കിയതാണ്, അതിൽ കാര്യമായിട്ട് അധികമായിട്ട് നിങ്ങൾക്കൊന്നും എക്സ്ട്രാ പഠിക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് +1 മാത്തമാറ്റിക്സ് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. പിന്നെ നിങ്ങൾ പഠിക്കാത്ത പുതിയ കോൺസെപ്റ്റുകൾ, അതായത് സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ തുടങ്ങിയ നിങ്ങൾ പഠിക്കാത്ത ടോപ്പിക്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചതിനേക്കാളും സിമ്പിളായിട്ടുള്ള ടോപ്പിക്കുകളാണ് ഇതിലുള്ള പുതിയ കോൺസെപ്റ്റുകൾ. അതായത് ഒരു +1 മാത്തമാറ്റിക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു കുട്ടിയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ചാപ്റ്റേഴ്സായിട്ട് കുട്ടികളൊക്കെ പറയുന്ന ചാപ്റ്റേഴ്സിൽ ഒന്നാണ് സെറ്റ്സ്. പിന്നെ വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു 3 മണിക്കൂർ 4 മണിക്കൂറിൻ്റെ ചാപ്റ്റേഴ്സ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിലാകെ മനസ്സിലാക്കാനുള്ളൂ +1. ഇതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള വേറെ ചാപ്റ്ററാണ് ലീനിയർ ഇനീക്വാളിറ്റീസ്. വളരെ കുറച്ചേ പഠിക്കാനുള്ളൂ, പഠിക്കുന്നത് മുഴുവനും വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളുമാണ്. ഇതുപോലെ കുട്ടികളൊക്കെ വളരെ സിമ്പിളാണെന്ന് പറയുന്ന അവകാശപ്പെടുന്ന വേറെ ചാപ്റ്ററാണ് മാത്തമാറ്റിക്കൽ റീസണിങ്. പിന്നെ പറയുന്ന ഒരു ചാപ്റ്ററാണ് പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇത്രയും ചാപ്റ്റേഴ്സ് കുട്ടികൾ വളരെ സിമ്പിളാണ് എന്ന് അവകാശപ്പെടുന്ന ചാപ്റ്റേഴ്സാണ്. ഏത് കുട്ടിക്കും, അതായത് മാത്തമാറ്റിക്സിൽ താല്പര്യമില്ലാത്തൊരു കുട്ടിക്ക് പോലും വളരെ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ചാപ്റ്റേഴ്സാണ് ഞാനിപ്പോൾ ടിക്ക് ചെയ്ത ചാപ്റ്റേഴ്സ്. ഇനി നിങ്ങൾ ഓൾറെഡി പഠിച്ച ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ആ പഠിച്ച ചാപ്റ്റേഴ്സ് നിങ്ങൾക്കൊരു പ്രശ്നം വരില്ല. കാരണം അതിൽ ഭൂരിഭാഗം നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ച് തീർന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ +1 മാത്തമാറ്റിക്സ് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ലളിതവും ഏറ്റവും ഈസിയുമായിട്ടുള്ള ഒരു സബ്ജക്റ്റായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നീട് നിങ്ങൾ ഇതിലുള്ള ഓരോ ടോപ്പിക്സിനെ കുറിച്ചും നന്നായിട്ട് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്നുള്ള ചാപ്റ്ററാണ്. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിന് ശേഷം നമുക്ക് ബാക്കിയുള്ള എല്ലാ ടോപ്പിക്കുകളെ കുറിച്ചും വ്യക്തമായ ഒരു ധാരണ നമുക്കുണ്ടാക്കണം. അതായത് +1 മാത്തമാറ്റിക്സ് എന്താണ്, അതിലെന്തെല്ലാം പഠിക്കാനുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഫുൾ ടോപ്പിക്കുകളെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതിൽ ഫസ്റ്റ് ടോപ്പിക്ക് കൺസിഡർ ചെയ്യാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കിയതാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട്. An equation of the form ax² plus bx plus c is equal to 0. ഈ ഫോർമാറ്റിലുള്ള ഇക്വേഷൻസിനെ പറയുന്ന പേരാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് അഥവാ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന് പറയും.
ഇതിൽ പ്രൊവൈഡഡ് എ കണ്ടീഷൻ എ നോട്ട് ഈക്വൽ ടു 0. ഈ എ എന്നുള്ള ആർബിട്രറി കോൺസ്റ്റന്റിന്റെ വാല്യൂ എങ്ങാനും 0 ആയാൽ ഈ എക്സ് സ്ക്വയറിന്റെ ടേം 0 × എക്സ് സ്ക്വയർ എന്ന് വന്നു കഴിഞ്ഞാൽ ഈ എക്സ് സ്ക്വയറിന്റെ ടേം ഇല്ലാതായി പോകും. അങ്ങനെ ഇല്ലാതായി പോയി കഴിഞ്ഞാൽ അത് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആകൂല, അതായത് അതൊരു ലീനിയർ ഇക്വേഷൻ ആയിട്ട് മാറും. അതുകൊണ്ടാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിന്റെ കൂടെ ഒരു കണ്ടീഷൻ ഉണ്ട്, എ നോട്ട് ഈക്വൽ ടു 0. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിന്റെ സൊല്യൂഷൻ കാണുക എന്നുള്ളതാണ് ഇതിലുള്ള മെയിൻ പ്രോബ്ലം. അതായത് സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് മെത്തേഡുകളെ കുറിച്ചാണ് പിന്നെ നിങ്ങൾ മനസ്സിലാക്കിയത്. അതായത് മെത്തേഡ്സ് ഓഫ് ഇവാലുവേറ്റിംഗ് സൊല്യൂഷൻസ്, സൊല്യൂഷൻ കാണുന്ന മെത്തേഡുകളെ കുറിച്ചാണ് നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? അപ്പോൾ ax² + bx + c = 0ന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒബേ ചെയ്യുന്ന വാല്യൂസിനെ പറയുന്ന പേരാണ് സൊല്യൂഷൻ ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാണ് x² + 2x + 1 = 0 എന്നുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിന്റെ സൊല്യൂഷൻ എന്താണ് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ ഞാൻ പറയും ഇതിന്റെ സൊല്യൂഷൻ x = -1 ആണെന്ന് പറയണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ എക്സിന് പകരം -1 കൊടുത്താൽ അത് ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് x = -1 പറയാം, വിച്ച് ഈസ് എ സൊല്യൂഷൻസ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഒരു എക്സാമ്പിൾ ഇത് ഞാനിതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ x² പകരം, അതായത് x² + 2x + 1ലേക്ക് എക്സിൻ്റെ വാല്യൂ ഞാൻ -1 കൊടുക്കുന്ന സമയത്ത് -1ന്റെ ഹോൾ സ്ക്വയർ + 2 × -1 + 1, ദാറ്റ് ഈസ് 1 - 2 + 1, ആൻസർ ബിക്കം 0. അതായത് എക്സിൻ്റെ വാല്യൂ -1 കൊടുത്ത സമയത്ത് ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അത് ഒബേ ചെയ്തിട്ടുണ്ട്. Therefore x = -1 is a solution of the given quadratic equation. റെഡി? ഇനി ഇതിൽ മെയിനായിട്ട് മനസ്സിലാക്കാനുള്ളത് ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻസ് കാണാൻ കുറച്ച് മെത്തേഡുകൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ മെത്തേഡുകൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്, എങ്കിലും അതിനെക്കുറിച്ച് ജസ്റ്റ് പറയേണ്ടതായിട്ടുണ്ട്. മെത്തേഡ്സ് ഓഫ് ഫൈൻഡിങ് സൊല്യൂഷൻ ഓഫ് ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. മെയിനായിട്ട് 3 മെത്തേഡുകളാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. അതിലുള്ള ഫസ്റ്റ് മെത്തേഡ് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് ഫാക്ടറൈസേഷൻ മെത്തേഡ്. ലാസ്റ്റ് മെത്തേഡാണ് ബൈ യൂസിങ് എ സ്റ്റാൻഡേർഡ് ഫോർമുല. ഈ 3 മെത്തേഡുകൾ ബേസ് ചെയ്തിട്ടാണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത്. ഇതിൽ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഞാനൊരു എക്സാമ്പിൾ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതായത് x² + 4x - 45 = 0 എന്നുള്ളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ കാണണം. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എക്സിൻ്റെ ടേമുകളൊക്കെ ഒരു സൈഡിലേക്കും മറ്റുള്ള ടേമുകളൊക്കെ മറുവശത്തേക്കും കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതായത് x² + 4x which is equal to -45 ആ സൈഡിലേക്ക് പോകുന്ന സമയത്ത് +45 ആകും. ഇനി സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് a+b² അല്ലെങ്കിൽ a-b² മാറ്റുന്ന പരിപാടിയെ പറയുന്ന പേരാണ് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ്. ആ രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നാം ചെയ്യുന്ന കാര്യം എക്സിൻ്റെ കോയിഫിഷ്യൻറ്റിൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ രണ്ട് സൈഡിലും ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഇവിടെ x² + 4x പ്ലസ് ഇവിടെ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് 4 ആണ്. ആ 4ൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ അത് 2 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ രണ്ട് സൈഡിലും 2ൻ്റെ സ്ക്വയർ ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് which is equal to 45 + 2². ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ x² + 4x + 2² become x + 2
ഓൾ സ്ക്വയർ ആകും എന്നാണ് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് നിങ്ങളോട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 45 പ്ലസ് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. ദാറ്റ് ഈസ് 45 പ്ലസ് 4 ബിക്കം 49 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് 2 ഓൾ സ്ക്വയർ 49 ആകും എന്നുണ്ടെങ്കിൽ എക്സ് പ്ലസ് 2ൻ്റെ വാല്യൂ ആ സ്ക്വയർ പോകുന്ന സമയത്ത് അപ്പുറത്ത് റൂട്ട് വരും. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 49 എന്നതായി മാറും. റൂട്ട് ഓഫ് 49 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ +4 - 7 ആണ്. ദാറ്റ് ഈസ് എക്സ് പ്ലസ് 2 ഇസിക്കൽ ടു +4 - 7. എക്സ് പ്ലസ് 2 ഇസിക്കൽ +4 - 7 ആണെങ്കിൽ ഇതിനെ രണ്ട് സൊല്യൂഷനായിട്ട് നമുക്ക് മാറ്റാം. ദാറ്റ് ഈസ് എക്സ് പ്ലസ് 2 ഇസിക്കൽ ടു 7 ഓർ എക്സ് പ്ലസ് 2 ഇസിക്കൽ ടു -7. If x plus 2 is equal to 7, then x is equal to 7 minus 2, answer become 5. Similarly, if x plus 2 is equal to -7, then x is equal to -7 minus 2, answer become -9. And the solution of the quadratic equations are 5 and -1. അതായത് എക്സിൻ്റെ വാല്യൂ 5ഉം -9ഉം നിങ്ങൾ ഈ ഗിവൺ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് 0 ഈക്വൽ ആവും. അതായത് ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും എന്നാണ് ഇതിൻ്റെ മീനിങ്. ഇവിടെ സ്വാഭാവികമായിട്ട് കുട്ടികൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. ഇതിൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അത് എക്സ് പ്ലസ് 2 ഓൾ സ്ക്വയർ ഫോർമാറ്റിൽ ആയി എന്നുള്ള ഒരു കൺഫ്യൂഷൻ സാധാരണ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകും. അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്കറിയുന്ന രണ്ട് ഫോർമുലയാണ്. എ പ്ലസ് ബി ഓൾ സ്ക്വയറിൻ്റെ ഫോർമുല നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. സിമിലർലി എ മൈനസ് ബി ഓൾ സ്ക്വയർ ഇസ് ഇക്വൽ ടു എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഈ രണ്ട് ഫോർമുലയെ ബേസ് ചെയ്തിട്ടാണ് ഇതിനെ ഞാൻ എക്സ് പ്ലസ് 2 ഓൾ സ്ക്വയർ ഫോർമാറ്റിലേക്ക് മാറ്റിയത്. അതായത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെയുള്ള എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 2 സ്ക്വയർ ഇതിനെ വേണമെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 2 പ്ലസ് 2 സ്ക്വയർ. ഇപ്പോൾ അത് ഏത് മോഡലിലേക്ക് മാറി? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ഫോർമാറ്റിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയറിനെ നിങ്ങൾ പറയുന്നതാണ് എന്ത്? എ പ്ലസ് ബി ഓൾ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇത് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇവിടെ എക്ക് പകരം എക്സ് ആണ്, ബിക്ക് പകരം 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ എക്സ് പ്ലസ് 2 ഓൾ സ്ക്വയർ എന്ന് എഴുതാം. നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതാണ് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡിൻ്റെ ബേസ്. ഒരു രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ കൂടി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ, പക്ഷേ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ ഷുഡ് ബി 1. സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യണമെങ്കിൽ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ ഷുഡ് ബി 1. കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ ഷുഡ് ബി 1. ഈ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. വേറെ എക്സാമ്പിൾ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു സെക്കൻഡ് എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. സെക്കൻഡ് എക്സാമ്പിൾ എക്സ് സ്ക്വയർ മൈനസ് 6x മൈനസ് 16 ഇസ് ഇക്വൽ ടു 0. ഇതിൽ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ സൊല്യൂഷൻ കാണണം എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്ത പോലെ തന്നെ എക്സിൻ്റെ ടേമുകളൊക്കെ ഒരു സൈഡിലേക്കും മറ്റുള്ള കോൺസ്റ്റന്റ് ടേമുകളെ അപ്പുറത്തേക്കും നിങ്ങൾ കൊണ്ടുപോകണം. അതായത് എക്സ് സ്ക്വയർ മൈനസ് 6x ഇസ് ഇക്വൽ ടു 16. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്, എക്സിൻ്റെ കോയിഫിഷ്യൻറ്റിൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ രണ്ട് സൈഡിലും ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ അത് 6 ആണ്. ആ 6ൻ്റെ ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്. ആ 3ൻ്റെ സ്ക്വയർ രണ്ട് സൈഡിലും നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 3 സ്ക്വയർ. അത് ഇവിടെയും പ്ലസ് 3 സ്ക്വയർ ആഡ് ചെയ്യാം. സിമിലർലി റൈറ്റ് സൈഡിലും പ്ലസ് 3 സ്ക്വയർ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഏത് മോഡലായിട്ടുണ്ട്? എ സ്ക്വയർ മൈനസ് ഇത് 2ab മോഡൽ എഴുതാൻ കഴിയും. എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ സ്റ്റൈലാണ്. എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയറിനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് എ മൈനസ് ബി ഓൾ സ്ക്വയർ. റെഡി?
അതുപോലെ തന്നെ എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 3 ഇവിടെ മൈനസ് ആണെന്നുണ്ടെങ്കിൽ ഇതിന് നിങ്ങൾ സാധാരണ എഴുതേണ്ട കാര്യം എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ എന്നാണ്. എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ ഈസ് ഇക്വൽ ടു 16 പ്ലസ് 3 സ്ക്വയറിൻ്റെ വാല്യൂ 9 അല്ലേ. 16 പ്ലസ് 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ 25 എന്നല്ലേ വരിക. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ ഇസ് ഇക്വൽ ടു 25. അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയറിനെ ഞാൻ ഇവിടുന്ന് കളഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് റൂട്ട് വരൂലേ. ദാറ്റ് ഈസ് എക്സ് മൈനസ് 3 ഇസ് ഇക്വൽ ടു റൂട്ട് ഓഫ് 25 എന്ന് വരും. എക്സ് മൈനസ് 3യുടെ വാല്യൂ റൂട്ട് ഓഫ് 25 ആണെങ്കിൽ വിച്ച് ഈസ് ഇക്വൽ ടു പ്ലസ് 4 മൈനസ് 5 എന്ന് വരും. പ്ലസ് 5 വരാം മൈനസ് 5 വരാം. അതുകൊണ്ട് ഈ ഇക്വേഷനെ ഞാൻ രണ്ടാക്കിയിട്ട് മാറ്റും. ദാറ്റ് ഈസ് എക്സ് മൈനസ് 3 ഇസ് ഇക്വൽ ടു പ്ലസ് 5 ഓർ എക്സ് മൈനസ് 3 ഇസ് ഇക്വൽ ടു മൈനസ് 5. x minus 3 is equal to 5 ആണെങ്കിൽ the value of x become 5 plus 3, answer become 8. Similarly, if x minus 3 is equal to minus 5, then x is equal to minus 5 plus 3, that is final answer become minus 2. Hence the solution of the quadratic equation x square minus 6x plus 16 minus 16 is equal to 0 are 8 and minus 2. സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡിൻ്റെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമുക്ക് വളരെ ഈസിയായി ചെയ്ത് തീർക്കാൻ കഴിയാൻ വേണ്ടിയിട്ട് ഒരു 2 എക്സാമ്പിൾ കൂടെ നമ്മളിത് ഇന്ന് ചെയ്യാൻ പോവുകയാണ്. 2x സ്ക്വയർ പ്ലസ് 2x മൈനസ് 12 ഇസ് ഇക്വൽ ടു 0. ഇവിടെ നിങ്ങൾ തുടക്കത്തിലെ ഞാനൊരു കണ്ടീഷൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ഈസ് അപ്ലിക്കബിൾ ഓൺലി വെൻ the coefficient of x square should be 1. That is, ഇവിടെ coefficient of x square എന്തല്ല, 1 അല്ല. ഇവിടെ coefficient of x square 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത്തരം ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൽ ഒരിക്കലും സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അപ്ലിക്കബിൾ അല്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ എക്സ് സ്ക്വയറിൻ്റെ കോഷ്യൻറ്റിനെ 1 ആക്കണം. അതിനു വേണ്ടി ചെയ്യേണ്ടത് ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെയും റൈറ്റ് ഹാൻഡ് സൈഡിലെയും മുഴുവനായിട്ട് 2നെ കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് ഡിവൈഡിങ് ബോത്ത് സൈഡ് ഓഫ് ദി ഇക്വേഷൻ ബൈ 2. മൊത്തത്തിൽ 2 എന്ന് കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ 2x സ്ക്വയർ ബൈ 2 വരും, പ്ലസ് ഇവിടെ 2x ബൈ 2 വരും, മൈനസ് ഇവിടെ 12 ബൈ 2 വരും, വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ 0 ബൈ 2 എന്ന് വരും. ഇവിടെ ഈ 2ഉം 2ഉം തമ്മിൽ ക്യാൻസൽ ആകും. ഇവിടെ ഈ 2ഉം 2ഉം തമ്മിൽ ക്യാൻസൽ ആകും. ഇവിടെ ഈ 2ഉം 12ഉം തമ്മിൽ പോയി കഴിഞ്ഞാൽ ഇത് 6 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ബിക്കം എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 6 ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ഫോർമാറ്റിലേക്ക് ഇത് മാറും. ഇപ്പോൾ ഇത് നിങ്ങൾ മുന്നേ ഡിസ്കസ് ചെയ്ത 2 എക്സാമ്പിളിൻ്റെ അതേ രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞു. കാരണം എക്സ് സ്ക്വയറിൻ്റെ കോഷ്യൻ്റ് എന്താണ്? 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അപ്ലിക്കബിൾ ആണ്. അപ്പോൾ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡിൽ നിങ്ങൾ അടുത്തതായിട്ട് ചെയ്യുന്ന കാര്യം എക്സിൻ്റെ ടേമിന് ഒരു സൈഡിലേക്കും മറ്റുള്ള കോൺസ്റ്റൻറ്റ് ടേമുകളെ അപ്പുറത്തേക്കും നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്യും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ the equation become x square plus x which is equal to 6 എന്നുള്ള രൂപത്തിലേക്ക് ഇത് മാറും. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എക്സിൻ്റെ കോയിഷ്യൻറ്റിൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ 2 സൈഡിലും നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് എക്സിൻ്റെ കോയിഷ്യൻറ്റ്, ഇവിടെ കോയിഷ്യൻറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോയിഷ്യൻറ്റ് എന്തുണ്ട്? 1 ഉണ്ട്. ആ 1ൻ്റെ ഹാഫ് അതായത് 1/2, 1/2ൻ്റെ സ്ക്വയർ നിങ്ങൾ ഇക്വേഷൻ്റെ 2 സൈഡിലേക്കും നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ വിച്ച് ഈസ് ഇക്വൽ ടു 6 പ്ലസ് 1/2 ഹോൾ സ്ക്വയർ എന്നുള്ള രൂപത്തിലേക്ക് ഇത് മാറും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുക ഇതിൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടേക്സ് ഓഫ് ദ ഫോം a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നാണ് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് എക്സ് പ്ലസ് 1/2 ഹോൾ സ്ക്വയർ എന്നുള്ള രൂപത്തിലേക്ക് മാറ്റാം. That is 6 plus 1/2 whole square become 1/4. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 6 into 4 plus 1 all divided by 4. 6 into 4 become 24. 24 plus 1 25/4 എന്ന് വരും. x plus 1/2 whole square is equal to 25/4 ആണെങ്കിൽ എക്സ് പ്ലസ് 1/2 എന്ത് വരും? എക്സ് പ്ലസ് 1/2ൻ്റെ ഹോൾ സ്ക്വയർ 25/4 ആണ്. അങ്ങനെയാണെങ്കിൽ
x plus 1 by 2 become root of 25/4. നിങ്ങൾക്കറിയാം റൂട്ട് 25 എന്ന് പറഞ്ഞാൽ അത് 5 ആണ്, റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 2 ആണ്. ദാറ്റ് ഈസ് +or-5 ഉണ്ടാവും, +or-2 ഉണ്ടാവും. ദാറ്റ് ഈസ് +or-5/2 എന്ന ആൻസർ വരും. x plus 1/2 become +or-5/2 ആണെങ്കിൽ രണ്ട് ആൻസർ ഉണ്ടാകും. x plus 1/2 = 5/2 വരാം, ഓർ x plus 1/2 = -5/2 വരാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സിൻ്റെ വാല്യൂ x = 5/2 - 1/2. രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ ന്യൂമറേറ്റർ തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ 5 - 1/2 ദാറ്റ് ഈസ് 4/2. ആൻസർ ബിക്കം 2. സിമിലർലി ഹിയർ x = +1/2 അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് -5/2 - 1/2. ഡിനോമിനേറ്റർ സെയിം ആണ്, അതുകൊണ്ട് ന്യൂമറേറ്റർ തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് എഴുതുന്ന സമയത്ത് -5 - 1/2 ദാറ്റ് ഈസ് -6/2. ആൻസർ ബിക്കം -3. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻസ് 2ഉം -3യുമാണ്. ഇതാണ് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡിൽ രണ്ടാമത് മനസ്സിലാക്കേണ്ട കേസ്. അതായത് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡിൻ്റെ കണ്ടീഷൻ കോഷ്യൻ്റ് ഓഫ് x² ഷുഡ് ബി 1 എന്നാണ്. എങ്ങാനും ആ x² കോഷ്യൻ്റ് 1 അല്ലെങ്കിൽ നിങ്ങൾ അതിനെ 1 ആക്കാൻ വേണ്ടിയിട്ട് x² കോയിഫിഷ്യൻ്റ് എന്താണോ അതിനെ കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്തിട്ട് അത് നമ്മൾ കഴിഞ്ഞ കേസിൽ മനസ്സിലാക്കി അതേ രൂപത്തിലേക്കാകും. പിന്നെ സാധാ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ സൊല്യൂഷൻ ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഒരൊറ്റ എക്സാമ്പിൾ കൂടി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മോഡൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം നിങ്ങൾ 10th സ്റ്റാൻഡേർഡ് വരെയുള്ള ടോപ്പിക്കുകളിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അത് 9th-ലും 10th-ലൊക്കെ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയ ടോപ്പിക്കുകൾ മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് +1-ലെ പ്രോബ്ലംസും വരുന്നത്. അതായത് ഒരു 4th ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ 3x² - 24x + 21 = 0. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട അടുത്ത ക്വസ്റ്റ്യൻ. ഇതിൽ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അപ്ലിക്കബിൾ അല്ല. കാരണം x² കോഷ്യൻ്റ് 1 അല്ല, ഇവിടെ x² കോഷ്യൻ്റ് 3 ആണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം dividing the equation throughout by 3. that is ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും ഡിവൈഡിങ് ബോത്ത് സൈഡ് ഓഫ് ദി ഇക്വേഷൻ ബൈ 3. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 3x² - 24x/3 + 21/3 = 0/3 എന്നുള്ള രൂപത്തിലേക്ക് അത് മാറും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആ 3കൾ തമ്മിൽ ക്യാൻസലായി പോകും. ഇവിടെ 3ഉം 24ഉം തമ്മിൽ ക്യാൻസലായി കഴിഞ്ഞാൽ 8 കിട്ടും. ഇവിടെ 3ഉം 21ഉം തമ്മിൽ ക്യാൻസലായി പോയി കഴിഞ്ഞാൽ 7 കിട്ടും. അങ്ങനെയാണെങ്കിൽ ദ ഇക്വേഷൻ ബിക്കം x² - 8x + 7 = 0. ഇനി സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡിൽ ചെയ്യുന്ന കാര്യം നിങ്ങൾക്കറിയാം. അതായത് കോൺസ്റ്റന്റ് ടേമിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അതായത് x² - 8x = -7. പിന്നെ ചെയ്യുന്ന കാര്യം ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും എക്സിൻ്റെ കോയിഷ്യൻറ്റിൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ രണ്ട് സൈഡിലേക്കും ആഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ x² - 8x, എക്സിൻ്റെ കോയിഷ്യൻ്റ് ഇവിടെ 8 ആണ്. ആ 8ൻ്റെ ഹാഫ് 4, ആ 4ൻ്റെ സ്ക്വയർ ഈ സൈഡിലും ആഡ് ചെയ്യും, ഇതുപോലെ അപ്പുറത്തും ആഡ് ചെയ്യും. ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടേക്സ് ഓഫ് ദ ഫോം a - b ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് x - 4 ഹോൾ സ്ക്വയർ എന്നുള്ള രൂപത്തിലേക്ക് ഇയാൾ മാറും. അതുകൊണ്ട് -7 + 16 become 9. x - 4 ഹോൾ സ്ക്വയർ = 9 കിട്ടും. x - 4 ഹോൾ സ്ക്വയർ 9 ആണെങ്കിൽ x - 4 = √9 which is equal to +or-3. Hence, the solution become x - 4 = +or-3. Therefore, x - 4 = +3 or x - 4 = -3. x - 4 = 3 ആണെങ്കിൽ x = 3 + 4 which is equal to 7. Similarly,
If x minus 4 is equal to minus 3, then x is equal to minus 3 plus 4, answer become 1. ഇത്രയും കാര്യങ്ങളാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിലെ സൊല്യൂഷൻസ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അതിൽ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡിൽ ഇത്രയും കാര്യങ്ങൾ മാത്രമേ മനസ്സിലാക്കാനുള്ളൂ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ഷോർട്ടൻ ചെയ്ത് പറയുകയാണെങ്കിൽ, സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡിൻ്റെ കണ്ടീഷൻ, ഒന്നാമത്തെ കണ്ടീഷൻ കോയിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ ഷുഡ് ബി 1. എങ്ങാനും എക്സ് സ്ക്വയറിൻ്റെ കോയിഷ്യൻ്റ് 1 അല്ലെങ്കിൽ അതിനെ 1 ആക്കാൻ വേണ്ടിയിട്ട് ആ എക്സ് സ്ക്വയറിൻ്റെ കോയിഷ്യൻ്റ് കൊണ്ട് ഇക്വേഷനെ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യാം. പിന്നെ ചെയ്യേണ്ട കാര്യം എക്സിൻ്റെ ടേമുകളൊക്കെ ഒരു സൈഡിലേക്കും കോൺസ്റ്റൻ്റ് ടേമുകളെ മറ്റേ സൈഡിലേക്കും മാറ്റുക. എന്നിട്ട് എക്സിൻ്റെ കോയിഷ്യൻറ്റിൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ രണ്ട് ഭാഗത്തേക്കും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ഇക്വേഷൻ ഈസ് ഓഫ് ദ ഫോം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. എന്നിട്ട് അതിനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൊല്യൂഷൻസ് ഓഫ് ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കിയ ഒന്നാമത്തെ മെത്തേഡ്. ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം. രണ്ടാമത്തെ മെത്തേഡ് ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഫാക്ടറൈസേഷൻ മെത്തേഡിൻ്റെ മീനിങ് ഫാക്ടറുകളാക്കുക, തന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിനെ ഫാക്ടറുകളാക്കി മാറ്റുക എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ഫാക്ടേഴ്സ് മീൻസ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് ആണെങ്കിൽ അതിനെ ഫസ്റ്റ് ഡിഗ്രിയുടെ ഫാക്ടേഴ്സ് ആക്കി മാറ്റുന്ന പരിപാടിനെ പറയുന്ന പേരാണ് ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഗതി റെഡിയാവും. അല്ലെ ഫസ്റ്റ് എക്സാമ്പിൾ, എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 ഇസ് ഇക്വൽ ടു 0. ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിനെ നിങ്ങൾക്ക് ഫാക്ടറൈസ് ചെയ്യണം, അതായത് ഫസ്റ്റ് ഡിഗ്രിയുടെ ഫാക്ടറുകളാക്കി മാറ്റണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ നോക്കേണ്ടത് സമ്മ് ഇസ് ഇക്വൽ ടു 5ഉം പ്രൊഡക്റ്റ് 6. അതായത് സമ്മ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കോയിഷ്യൻറ്റും പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള കോൺസ്റ്റന്റ് ടേമും ആകുന്ന രീതിയിലുള്ള രണ്ട് നമ്പേഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യണം. അതായത് സമ്മ് ചെയ്താൽ 5 കിട്ടണം, പ്രൊഡക്റ്റ് ചെയ്താൽ 6 കിട്ടണം. അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് ഏതാണെന്നുള്ളതാണ് വിഷയം. അതായത് നമ്പേഴ്സ് ഏത് വരും? 3 and 2. ഈ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രത്യേകത, അത് സമ്മ് ചെയ്താൽ 5 കിട്ടും, പ്രൊഡക്റ്റ് ചെയ്താൽ 6 കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ ഏത് രൂപത്തിലാക്കാമെന്നറിയോ? എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇസ് ഇക്വൽ ടു 0 എന്നുള്ള ഫോമിൽ എഴുതാൻ സാധിക്കും എന്നാണ് ഫാക്ടറൈസേഷൻ മെത്തേഡ് നിങ്ങളോട് പറയുന്നത്. അതായത് നിങ്ങൾ വേണമെങ്കിൽ ഇത് തമ്മിൽ ഈ ബ്രാക്കറ്റുകൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 ഇസ് ഇക്വൽ 0 എന്നുള്ള ഇക്വേഷനിലേക്ക് അത് വരും. അപ്പോൾ ഈ രൂപത്തിൽ എഴുതുന്ന പരിപാടിയെ പറയുന്ന പേരാണ് ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഇനി നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്, 5 ഇൻറ്റു 0 ആണ്, അല്ലെങ്കിൽ 0 ഇൻറ്റു 6 അതിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് 0 ആകണമെന്നുണ്ടെങ്കിൽ ഐദർ ഫസ്റ്റ് ടേം ഓർ സെക്കൻഡ് ടേം ഷുഡ് ബി 0. അതുപോലെ തന്നെ എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇസ് ഇക്വൽ ടു 0 എന്നുള്ള ആൻസർ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ എക്സ് പ്ലസ് 3 0 ആയിട്ടുണ്ടാകണം, അല്ലെങ്കിൽ എക്സ് പ്ലസ് 2 0 ആയിട്ടുണ്ടാകണം. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഹാപ്പൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ പ്രൊഡക്റ്റ് 0 ആകുകയുള്ളൂ. ആ ഒരു തിയറി ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ഞാൻ എക്സ് പ്ലസ് 3 ഇസ് ഇക്വൽ ടു 0 ഓർ എക്സ് പ്ലസ് 2 ഇസ് ഇക്വൽ ടു 0 എന്നുള്ള ഫോമിലേക്ക് ഞാൻ മാറ്റും. എക്സ് പ്ലസ് 3 ഇസ് ഇക്വൽ ടു 0 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ -3. ഇഫ് എക്സ് പ്ലസ് 2 ഇസ് ഇക്വൽ ടു 0 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ -2. ഇറ്റ് ഈസ് ദ സൊല്യൂഷൻ ഓഫ് ദ ഗിവൺ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ ഫാക്ടറൈസേഷൻ മെത്തേഡിനേക്കാളും കുറച്ചും കൂടി സിമ്പിളാണ് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡിനേക്കാളും സിമ്പിളാണ് ഫാക്ടറൈസേഷൻ മെത്തേഡ്. അതുകൊണ്ട് നിങ്ങൾ അതായത് ഓരോ പ്രോബ്ലത്തിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഫേവറബിളായ മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുക വേണ്ടത്. അപ്പോൾ ഇവിടെ ഫാക്ടറൈസേഷൻ മെത്തേഡ് വളരെ സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കി. അടുത്തൊരു ക്വസ്റ്റ്യൻ, സോൾവ് എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 3 ഇസ് ഇക്വൽ ടു 0. ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ നിങ്ങൾ കാണണം. അങ്ങനെയാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾ നോക്കണം, സമ്മ് ചെയ്താൽ എക്സിൻ്റെ കോയിഷ്യൻ്റ്, അതായത് സമ്മ് ചെയ്താൽ 2ഉം പ്രൊഡക്റ്റ് ചെയ്താൽ ഇവിടുത്തെ കോൺസ്റ്റന്റ് ടേം -3യും കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യണം. അതായത് സമ്മ് ചെയ്താൽ 2ഉം കിട്ടണം, പ്രൊഡക്റ്റ് ചെയ്താൽ -3യും കിട്ടണം. ആ രൂപത്തിലുള്ള രണ്ട് നമ്പേഴ്സ് ഏതായിരിക്കും?
ഇവിടെ 3 ആൻഡ് -1 ഞാൻ കൺസിഡർ ചെയ്തു. ഈ നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താ? 3 + -1 become 2. 3 × -1 become -3. അതായത് സമ്മ് ചെയ്താൽ 2ഉം പ്രൊഡക്റ്റ് ചെയ്താൽ -3യും കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിനെ വേണമെങ്കിൽ x + 3 × x - 1 എന്നുള്ള രൂപത്തിൽ എഴുതാം, വിച്ച് ഈസ് ഇക്വൽ ടു 0. x + 3 × x - 1 0 ആകണമെന്നുണ്ടെങ്കിൽ ഐദർ one of the term should be 0, that is x + 3 is equal to 0 or x - 1 is equal to 0. x + 3 is equal to 0 ആണെങ്കിൽ x is equal to -3. x - 1 is equal to 0 means x is equal to 1. ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻസ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് വരിക. ഇതാണ് ഫാക്ടറൈസേഷൻ മെത്തേഡിലെ രണ്ട് എക്സാമ്പിൾ. ഇനി രണ്ട് എക്സാമ്പിളും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടറൈസേഷൻ മെത്തേഡിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോബ്ലംസും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. രണ്ട് എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുവരെ ചെയ്ത ഞാൻ പറഞ്ഞ ഈ രണ്ട് എക്സാമ്പിളിലും കോയിഫിഷ്യൻ്റ് ഓഫ് x² 1 ആയിരുന്നു. ഇനി കോയിഫിഷ്യൻ്റ് ഓഫ് x² ഞാനൊരു തേർഡ് എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാണ്. 2x² + 7x + 3 = 0. ഈ ഒരു മെത്തേഡിൽ ഫാക്ടറൈസേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇവിടെ ഉള്ള ഒരു പ്രശ്നം, നേരത്തെ ക്വസ്റ്റ്യനിൽ നിന്നും ഇവിടെ ഉള്ള ഒരു വ്യത്യാസം, കോയിഫിഷ്യൻ്റ് ഓഫ് x² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തല്ല 1 അല്ല. അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ കാണുക എന്നുള്ളതാണ് വിഷയം. അതായത് ഇവിടെ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കേണ്ടത് സമ്മ് ചെയ്താൽ നേരത്തെ പോലെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് 7ഉം പ്രൊഡക്റ്റ് ചെയ്താൽ നേരത്തെ നിങ്ങൾ പറഞ്ഞ് 3 ആണ്, പക്ഷെ 3 എന്ന് മാത്രമല്ല 3 × 2 കോൺസ്റ്റന്റ് ടേം ഇൻറ്റു കോയിഫിഷ്യൻ്റ് ഓഫ് x², അതായത് 6. ഇങ്ങനെ കിട്ടുന്ന രണ്ട് നമ്പേഴ്സാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അതായത് സമ്മ് ചെയ്താൽ 7ഉം പ്രൊഡക്റ്റ് ചെയ്താൽ 6ഉം കിട്ടുന്ന രീതിയിലുള്ള രണ്ട് നമ്പേഴ്സ് സെലക്ട് ചെയ്യണം. ഏതായിരിക്കും നമ്പേഴ്സ്? ഞാനിവിടെ 6 ആൻഡ് 1 സെലക്ട് ചെയ്തു. 6 + 1 become 7 ആൻഡ് 6 × 1 become 6. സമ്മ് ചെയ്താൽ 7ഉം പ്രൊഡക്റ്റ് ചെയ്താൽ 6ഉം ആണ് ഇതിൽ കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് ഇതിനെ നേരത്തെ ചെയ്ത രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ x + 6 × x + 1 എന്നുള്ള രൂപത്തിൽ എഴുതാണ് സാധാരണ ചെയ്യാറ്. പക്ഷേ നിങ്ങൾ ആ രീതിയിൽ ഒരിക്കലും ഇവിടെ ചെയ്യാൻ പാടില്ല. ഇതിനെ നിങ്ങൾ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡ് എന്നുള്ള രീതിയിൽ നിങ്ങൾ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ടാവും. സംഗതി എല്ലാതും എന്ത് തന്നെയാണ്? ഫാക്ടറൈസേഷൻ തന്നെയാണ്, ഫാക്ടറുകളാക്കുക തന്നെയാണ്. ഫാക്ടറുകൾ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അതായത് ഈ 7x-നെ 7 എന്ന് പറഞ്ഞാൽ 6 + 1 എന്ന് എഴുതിക്കൂടെ? അത് ബേസ് ചെയ്യുന്നത് ഈ 6നെയും 1നെയും ബേസ് ചെയ്തിട്ടാണ്. അതായത് ഇതിനെ ഞാൻ 2x² പ്ലസ് ഈ 7x-നെ ഞാൻ 6x + x എന്ന് എഴുതും. അതായത് 6x + 1x + 3 = 0. എന്നിട്ട് ചെയ്യുന്ന കാര്യം ഈ രണ്ട് ടേമുകൾ മാത്രം കൺസിഡർ ചെയ്യും. ഈ 2x² + 6x-ൽ ഏത് ടേമുകളാണ് കോമൺ ആയിട്ട് ഉണ്ടാകുക? ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് 2x ആണ്. ആ 2x-നെ ഞാൻ ഔട്ട് സൈഡിലേക്ക് എടുത്താൽ 2x × നിങ്ങൾക്കിതിനെ x + 3 എന്ന് എഴുതാം. പ്ലസ് ഇവിടെ എന്തുണ്ട്? x + 3 വിച്ച് ഈസ് ഇക്വൽ ടു 0. ഇനി ഈ രണ്ട് ടേമുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 2x × x + 3യിലും ഈ x + 3യിലും കോമൺ ആയിട്ടുള്ള ടേം എന്ന് പറഞ്ഞാൽ ഈ x + 3 ആണ്. ആ x + 3നെ ഞാൻ കോമൺ ആയിട്ട് ഔട്ട് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ x + 3 × 2x + 1 വിച്ച് ഈസ് ഇക്വൽ ടു 0. ഈ രണ്ട് ടേമുകളുടെ പ്രൊഡക്റ്റ് 0 ആകണം എന്നുണ്ടെങ്കിൽ ഐദർ ഫസ്റ്റ് ടേം ഓർ സെക്കൻഡ് ടേം ഷുഡ് ബി 0. ദാറ്റ് ഈസ് x + 3 = 0 ഓർ 2x + 1 = 0. എക്സിൻ്റെ വാല്യൂ 3 ആണെങ്കിൽ x + 3 = 3 ആണെങ്കിൽ x -3. If 2x + 1 = 0, then 2x -1, that is x -1/2. Hence the solutions of the quadratic equations are -3 and -1/2. ഇതാണ് ഫാക്ടറൈസേഷൻ മെത്തേഡിൽ x² കോയിഷ്യൻ്റ് 1 അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡാണ്. ഇനി ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ഫാക്ടറൈസ് ചെയ്യാൻ എങ്ങനെ ഉപയോഗിക്കാറുണ്ടെങ്കിലും ഈ സമ്മും പ്രൊഡക്റ്റും ആകുന്ന രണ്ട് നമ്പേഴ്സ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നേരിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആൻസർ പറയാൻ സാധിക്കും. എൻട്രൻസ് എക്സാമുകളൊക്കെ എഴുതുന്ന സമയത്ത് നേരിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും.
ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഇവിടെ 6 എന്നുള്ളൊരു നമ്പറും ഉണ്ട്, 1 എന്നുള്ള നമ്പറും ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് എക്സ് സ്ക്വയറിൻ്റെ കോയിഷ്യൻ്റായ 2 അതിൻ്റെ നെഗറ്റീവിനെ കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യാം. ഈ 6നെയും 1നെയും എക്സ് സ്ക്വയറിൻ്റെ കോയിഷ്യൻറ്റിനെ നെഗറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? -2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 6/-2 ബിക്കം -3. ഇവിടെ എന്ത് വരും? -1/2. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷന് -3ഉം -1/2 ആണ്. കണ്ടോ? പെന്ന് പേപ്പറിൽ തൊടാതെ നേരിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. -3ഉം -1/2 ആണ്. ഈ ഒരു മെത്തേഡിൽ ചെയ്ത സമയത്തും നിങ്ങൾക്ക് കിട്ടിയ ആൻസർ -3ഉം -1/2 തന്നെയാണ്. ഇതിൽ മുന്നേ നമ്മൾ ചെയ്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റ് കിട്ടിയ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ -3ഉം 1ഉം ആണ്. അത് ഇവിടെ ഈ നമ്പർ കിട്ടുന്ന സമയത്ത് തന്നെ അത് തീരുമാനമാകുന്നുണ്ട്. അതായത് ഇവിടെ നിങ്ങൾക്ക് നമ്പേഴ്സ് 3ഉം -1ഉം ആണ്. അതിൻ്റെ നേരെ നെഗറ്റീവ് എടുത്താൽ മതി. അതായത് കോഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ 1 ആണെങ്കിൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നേരെ നെഗറ്റീവ്, ദാറ്റ് ഈസ് -3 ആൻഡ് 1. അതെന്താ നെഗറ്റീവ് ആകാൻ കാരണം? നിങ്ങൾ നേരത്തെ ചെയ്തത് അതേപോലെ തന്നെ, അതായത് എക്സ് സ്ക്വയറിൻ്റെ കോഷ്യൻറ്റിൻ്റെ നെഗറ്റീവിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ കോഷ്യൻ്റ് എന്താണ്? 1 ആണ്. ആ 1ൻ്റെ നെഗറ്റീവിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3/-1 ആൻഡ് -1/-1. 3/-1 -3 ആകും. -1/-1 എന്താവും? 1 ആകും. അങ്ങനെയാണ് ഈ ആൻസർ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇതേപോലെ തന്നെ ഏത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഫാക്ടറൈസേഷൻ മെത്തേഡ് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു നമ്പേഴ്സ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിന് എക്സ് സ്ക്വയറിൻ്റെ കോഷ്യൻറ്റിൻ്റെ നെഗറ്റീവിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. പിന്നെ അതിൻ്റെ യൂഷ്വൽ പ്രൊസീജിയറാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഫാക്ടറൈസ് ചെയ്യാൻ എന്തായാലും അറിഞ്ഞിരിക്കണം. ഏതായാലും ഒരു എക്സാമ്പിളും കൂടിയും പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഫാക്ടറൈസേഷൻ മെത്തേഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതിൽ അടുത്ത ഒരു 4th ക്വസ്റ്റ്യൻ, 3x² + x - 2 = 0. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഞാൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം നിങ്ങൾ നോക്കേണ്ടത്, നേരത്തെ പറഞ്ഞതുപോലെ പറയുകയാണെങ്കിൽ സമ്മ് ചെയ്താൽ സമ്മ് 1ഉം പ്രൊഡക്റ്റ് -2 × 3 -6ഉമായ രണ്ട് നമ്പേഴ്സ് നിങ്ങൾ ചിന്തിക്കും. സമ്മ് ചെയ്താൽ 1 കിട്ടണം, പ്രൊഡക്റ്റ് ചെയ്താൽ -6ഉം കിട്ടണം. ആ രീതിയിലുള്ള രണ്ട് നമ്പേഴ്സ് ഏതായിരിക്കും? 3 ആൻഡ് -2. ഇത് തമ്മിൽ സമ്മ് ചെയ്താൽ എന്താ? 3 + -2 ബിക്കം 1. പ്രൊഡക്റ്റ് ചെയ്താൽ 3 × -2 ബിക്കം എന്താണ്? -6 ആണ് വരിക. അപ്പോൾ നേരിട്ട് നിങ്ങൾക്ക് ആ നമ്പേഴ്സ് കിട്ടി. ഇനി സാധാരണ പോലെ സ്പ്ലിറ്റിംഗ് ദി മിഡിൽ ടേം മെത്തേഡിൽ നമുക്ക് ചെയ്യാം. പക്ഷെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ മനസ്സിൽ അതിൻ്റെ ആൻസേഴ്സ് ഉണ്ടാകും. ഏതൊക്കെ ആൻസർ വരിക? അതായത് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ നമ്പേഴ്സിനെ എക്സ് സ്ക്വയറിൻ്റെ കോഷ്യൻ്റ് നെഗറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ കോഷ്യൻ്റ് 3 ആണ്, അതിൻ്റെ നെഗറ്റീവ് -3. അതുകൊണ്ട് ഇതിനെ ഞാൻ -3നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? 3/-3 ഓർ -2/-3. അതായത് 3/-3 ബിക്കം -1, -2/-3 ബിക്കം 2/3. അപ്പോൾ നിങ്ങൾ ഇനി ഫാക്ടറൈസേഷൻ മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഫൈനലി കിട്ടുന്ന സൊല്യൂഷൻ -1ഉം 2/3ഉം ആയിരിക്കും. ഏതായാലും സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. അതായത് 3x² + x, ഈ എക്സിനെ ഞാൻ എങ്ങനെ മാറ്റും? ഇവിടെ 3ഉം -2 ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇവിടെ ഞാൻ ഇതിനെ 3x - 2x എന്നുള്ള രൂപത്തിൽ ഞാൻ ഈ എക്സിനെ എഴുതി. 3x - 2x ബിക്കം x ആണല്ലോ. -2 = 0. അപ്പോൾ ഈ ഒരു ടേമിന് പകരമാണ് ഈ രീതിയിൽ നമ്മൾ എഴുതിയത്. ഇനി ഈ ആദ്യത്തെ രണ്ട് ടേം നോക്കി, 3x² + 3x. ഈ രണ്ട് ടേമിലും ആരാണ് കോമണ്? 3x കോമൺ ആണ്. ആ 3xനെ ഞാൻ കോമൺ ആയിട്ട് ഔട്ട് സൈഡിലേക്ക് എടുത്താൽ ഇതിൻ്റെ ഉള്ളിൽ എന്ത് വരും? ഇവിടെ ഒരു എക്സ് മാത്രം ബാക്കി ഉണ്ടാകും. ഇവിടെ പ്ലസ്, ഇവിടെ ആരും ഉണ്ടാകില്ല, ദാറ്റ് ഈസ് 1. ഇനി -2x -2ൽ -2 കോമൺ ആണ്, ദാറ്റ് ഈസ് -2 × x + 1 വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇനി ഇതിലുള്ള ഈ രണ്ട് ടേം ആയിട്ടുള്ള 3x × x + 1ഉം -2 × x + 1ഉം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ x + 1 കോമൺ ആണ്. ഈ x + 1നെ കോമൺ ആയിട്ട് നിങ്ങൾ ഔട്ട് സൈഡിലേക്ക് എടുത്താൽ x + 1 × 3x - 2 വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്നുള്ള രൂപത്തിലേക്ക് അത് മാറും. അതായത് ഈ രണ്ട് ടേമുകളുടെ പ്രൊഡക്റ്റ് 0 ആകണമെന്നുണ്ടെങ്കിൽ ഐദർ ഫസ്റ്റ് ടേം ഓർ സെക്കൻഡ് ടേം ഷുഡ് ബി 0. ദാറ്റ് ഈസ്
either x plus 1 is equal to 0 or 3x minus 2 is equal to 0. x plus 1 value 0 ആണെന്നുണ്ടെങ്കിൽ x value minus 1, 3x minus 2 is equal to 0 ആണെങ്കിൽ 3x is equal to 2, that is x is equal to 2 by 3. അതായത് നേരത്തെ നിങ്ങൾ എഴുതി വെച്ച അതേ റിസൾട്ട് തന്നെയാണ് ഇതിലും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഫാക്ടറൈസേഷൻ മെത്തേഡിൽ മനസ്സിലാക്കാനുള്ളത്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ കാണാനുള്ള അടുത്ത മെത്തേഡാണ് by using a standard formula. ax square plus bx plus c is equal to 0 എന്നുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻ കാണാനുള്ള ഫോർമുല നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. ദാറ്റ് ഈസ് x is equal to minus b plus or minus root of b square minus 4ac all divided by 2a. ഇവിടെ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ കണ്ടീഷൻ പറഞ്ഞിരുന്നു, എൻ്റെ വാല്യൂ എന്താകാൻ പാടില്ല, 0 ആകാൻ പാടില്ല. ഈ ഒരു ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ നമ്മൾ കാണാറ്. ഇതിനെ പറയുന്ന പേരാണ് ബൈ യൂസിങ് എ സ്റ്റാൻഡേർഡ് ഫോർമുല. ഇനി കഴിഞ്ഞ വർഷം നിങ്ങൾ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈ ഫോർമുലയിൽ ഡിസ്കസ് ചെയ്ത സമയത്ത് ഈ റൂട്ടിൻ്റെ ഉള്ളിലുള്ള ബി സ്ക്വയർ മൈനസ് 4ac എന്നുള്ള ആ ടേമാണ് ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിന് എത്ര സൊല്യൂഷൻ ഉണ്ടാകണം, അതായത് 2 സൊല്യൂഷൻസ് ഉണ്ടാകണോ, അതായത് 2 ഈക്വൽ സൊല്യൂഷൻ, അതായത് 1 സൊല്യൂഷൻ ഉണ്ടാകണോ, അല്ലെങ്കിൽ നോ സൊല്യൂഷൻ ഇല്ലാതിരിക്കുന്ന അവസ്ഥയായി മാറണോ എന്ന് തീരുമാനിക്കുന്നത് ഈ ബി സ്ക്വയർ മൈനസ് 4ac എന്നുള്ളൊരു ടേമാണ്. അതുകൊണ്ട് ആ ബി സ്ക്വയർ മൈനസ് 4ac സാധാരണ ഡിസ്ക്രിമിനൻ്റ് എന്നാണ് നമ്മൾ സാധാരണ പറയാറ്. അതായത് ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൻ്റെ ഡിസ്ക്രിമിനൻ്റ് ആണ് ഈ ബി സ്ക്വയർ മൈനസ് 4ac, ഡി എന്നാണ് റെപ്രസെൻ്റ് ചെയ്യാറ്. ഈ ബി സ്ക്വയർ മൈനസ് 4ac പോസിറ്റീവ് ആണെങ്കിൽ 2 സൊല്യൂഷൻ എന്നും, 0 ആണെങ്കിൽ 1 സൊല്യൂഷൻ അല്ലെങ്കിൽ ഓർ 2 ഈക്വൽ സൊല്യൂഷൻസ് എന്നും, ഈ ബി സ്ക്വയർ മൈനസ് 4ac വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ നോ സൊല്യൂഷൻസ് എന്നും ആണ് സാധാരണ 10th സ്റ്റാൻഡേർഡ് വരെ നമ്മൾ മനസ്സിലാക്കിയത്. ഇനി അതിനെ ബേസ് ചെയ്ത് കുറച്ച് പ്രോബ്ലംസ് ഞാൻ പറയാം, എന്നിട്ട് ഈ നോ സൊല്യൂഷൻ എന്നുള്ള കേസിനെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതായത് ഒരു എക്സാമ്പിൾ ഞാൻ എടുത്തു, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 5x സ്ക്വയർ പ്ലസ് 11x പ്ലസ് 2 ഇസ് ഇക്വൽ ടു 0 എന്നുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഞാൻ കൺസിഡർ ചെയ്തു. ഇതിൻ്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് കാണണം. അതായത് സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻ മൈനസ് ബി പ്ലസ് 4 മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഓൾ ഡിവൈഡഡ് ബൈ 2a. അപ്പോൾ അതിൽ എ എന്താണ്, ബി എന്താണ്, സി എന്താണെന്ന് മനസ്സിലാക്കണം. എ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറിൻ്റെ കോഷ്യൻ്റ് ആണ്, ബി എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കോഷ്യൻ്റ് ആണ്, സി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ടേം ആണ്. അതുകൊണ്ട് ഇതിലുള്ള എൻ്റെ വാല്യൂ എ ഇസ് ഇക്വൽ ടു 5, ബി ഇസ് ഇക്വൽ ടു 11, സി ഇസ് ഇക്വൽ ടു 2. ഇനി നിങ്ങൾ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഈസ് ഇക്വൽ ടു മൈനസ് ബി പ്ലസ് 4 മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഓൾ ഡിവൈഡഡ് ബൈ 2a. ഇവിടെ നിങ്ങൾ മൈനസ് ബിയുടെ വാല്യൂ 11 ആണ്, ദാറ്റ് ഈസ് മൈനസ് 11 പ്ലസ് 4 മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 11 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു ac. എ എന്ന് പറഞ്ഞാൽ അത് 5 ആണ്, സി എന്ന് പറഞ്ഞാൽ 2 ആണ്, ഓൾ ഡിവൈഡഡ് ബൈ 2a, that is 2 into 5. ഇവിടെ മൈനസ് 11 പ്ലസ് 4 മൈനസ് റൂട്ട് ഓഫ് 11ൻ്റെ സ്ക്വയർ 121 മൈനസ് 4 ഇൻറ്റു 5 20 ആണ്, ഇൻറ്റു 2 40 എന്ന് വരും, ദാറ്റ് ഈസ് 121 മൈനസ് 40 ഓൾ ഡിവൈഡഡ് ബൈ 10. ഇതാണ് എക്സിൻ്റെ സൊല്യൂഷൻ വരിക. ഇതിനെ നിങ്ങൾക്ക് x is equal to minus 11 plus 4 minus root of 121 minus 40 become 81 all divided by 10 എന്ന് വരും. That is minus 11 plus 4 minus root of 81 become 9 by 10. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ എഴുതാം? x is equal to minus 11 plus 9 by 10 or x is equal to minus 11 minus 9 by 10. ഈ രണ്ട് സൊല്യൂഷൻസ് ആണ് നിങ്ങൾക്ക് ഇതിന് ലഭിക്കുക. മൈനസ് 11 പ്ലസ് 9 ബിക്കം മൈനസ് 2 ബൈ 10. ആൻസർ ബിക്കം -1/5.
Similarly, minus 11 minus 9 become minus 20 by 10. Answer become minus 2. These are the solutions of the quadratic equation 5x square plus 11x plus 2 is equal to 0. ഇതാണ് x is equal to minus b plus or minus root of b square minus 4ac all divided by 2a എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് സൊല്യൂഷൻ കാണുന്ന രീതി. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ കാണുന്ന സമയത്ത് പിന്നെ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ബി സ്ക്വയർ മൈനസ് 4ac വാല്യൂ നെഗറ്റീവ് വരുന്ന സമയത്ത് ആ ക്വാഡ്രാറ്റിക് ഇക്വേഷന് സൊല്യൂഷൻ ഉണ്ടാവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം അതിന് 2 സൊല്യൂഷൻസ് ഉണ്ട്. ഇനി അതിന് സൊല്യൂഷൻ ഇല്ലാത്ത ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞതിന് ശേഷം നമുക്ക് ആ ടോപ്പിക്ക് അവസാനിപ്പിക്കാം. അടുത്തൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് എക്സാമ്പിൾ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഇസ് ഇക്വൽ ടു 0 എന്നുള്ളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഞാൻ കൺസിഡർ ചെയ്തു. ഇതിൽ ഞാൻ സൊല്യൂഷൻ കാണുന്നതിന് മുമ്പ് അതിൻ്റെ ഡിസ്ക്രിമിനൻ്റ് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി. കാരണം ഡിസ്ക്രിമിനൻ്റ് ഈ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac അല്ലേ. ആ ബി സ്ക്വയർ മൈനസ് 4ac പറയുന്ന പേരാണ് ഡിസ്ക്രിമിനൻ്റ്. അതായത് ഇത് കാണാൻ എന്തായാലും ഡിസ്ക്രിമിനൻ്റ് നിങ്ങൾ ഓൾറെഡി കാണണം. അപ്പോൾ അത് ഞാൻ വേറെ ഒന്ന് ഫൈൻഡ് ചെയ്യാണ്. അതായത് ഇവിടുത്തെ ഡിസ്ക്രിമിനൻ്റ് ഞാൻ കാണുന്ന സമയത്ത് ബി സ്ക്വയർ മൈനസ് 4ac, ഇവിടെ ബി എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കോഷ്യൻ്റ് 1 ആണ്. 1 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറിൻ്റെ കോഷ്യൻ്റ് അതും 1 ആണ്. ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ടേം അതും 1 ആണ്. ദാറ്റ് ഈസ് 1 മൈനസ് 4 ആൻസർ ബിക്കം 3. അതായത് ഇവിടെ ഡിസ്ക്രിമിനൻ്റ് അത് ഒരു നെഗറ്റീവ് വാല്യൂ ആണ്. ഡിസ്ക്രിമിനൻ്റ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയത് നോ സൊല്യൂഷൻ എന്നാണ്. നോ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഈ എക്സിന് നിങ്ങൾ ഏത് വാല്യൂ കൊടുത്താലും അതിൻ്റെ വാല്യൂ 0 കിട്ടൂല എന്നാണ് മീനിങ്. അപ്പോൾ അതിൻ്റെ നോ സൊല്യൂഷൻ ആകാൻ കാരണം എന്താണ്? ഡിസ്ക്രിമിനൻ്റ് നെഗറ്റീവ് ആയതുകൊണ്ടാണ്. ഡിസ്ക്രിമിനൻ്റ് നെഗറ്റീവ് ആകുമ്പോൾ നോ സൊല്യൂഷൻ ആവാൻ കാരണം എന്താണ്? ഈ ഡിസ്ക്രിമിനൻ്റ് ഈ റൂട്ടിൻ്റെ ഉള്ളിലായത് കാരണമാണ് അതിൻ്റെ ഡിസ്ക്രിമിനൻ്റ് നെഗറ്റീവ് ആകുമ്പോൾ നോ സൊല്യൂഷൻ ആയത്. ഇനി ആ നോ സൊല്യൂഷന് യഥാർത്ഥത്തിൽ സൊല്യൂഷൻ ഉണ്ടാകുമോ എന്ന് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ അടുത്തൊരു ചാപ്റ്റർ കോംപ്ലക്സ് നമ്പേഴ്സ് എന്നുള്ളൊരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനെ ബേസ് ചെയ്തിട്ടാണ് +1 കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നുള്ള ചാപ്റ്റർ വരുന്നത്.